നമസ്കാരം. നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു നയതന്ത്രശാലിയാണെന്ന് നമുക്കറിയാം. കുതന്ത്രശാലിയായ നയതന്ത്രശാലി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അദ്ദേഹം എന്തുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്, എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തൊടാത്തത്, എന്തുകൊണ്ടാണ് ഡോളർ കേസിൽ തൊടാത്തത്, എന്തുകൊണ്ടാണ് നമ്മളെ SFIO അന്വേഷണത്തിൽ അദ്ദേഹത്തിനെ തൊടാത്തത്, മകളെക്കെതിരെ കേസെടുത്തിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാതെ കുറ്റപത്രം സമർപ്പിക്കുക മാത്രമാണ് SFIO ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ പിണറായി വിജയൻ നേരിട്ട് ഇടപാട് നടത്തി എന്നുള്ള തെളിവുണ്ടായിട്ടും അദ്ദേഹത്തെ ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാത്തത്? അതിനർത്ഥം തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളിൽ ഉള്ള വരുമാനത്തിൽ ഒരു പങ്ക് BJP നേതാക്കന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. കേരളം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയനും യൂസഫ് അലിയും അതേപോലെ തന്നെ വി മുരളീധരനും K സുരേന്ദ്രനുമാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. BJPയെ പിണറായി വിജയൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 67 മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ RSS CPM വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഓർഗനൈസർ പത്രത്തിൻ്റെ എഡിറ്ററാണ്. അതിൽ 27 സീറ്റുകളിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ തന്ത്രത്തിൻ്റെ വിജയം. എന്താണ് അവർ ഉദ്ദേശിച്ച കാര്യം? 5 സീറ്റുകളിൽ CPM ഇടതുപക്ഷ BJPയെ വിജയിപ്പിക്കണമെന്നായിരുന്നു ധാരണ. 5 സീറ്റുകളിൽ പോയിട്ട് ഒരു സീറ്റിൽ പോലും അവർ വിജയിപ്പിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ പുതിയ തന്ത്രങ്ങളുമായിട്ട് പിണറായി വിജയൻ രംഗത്ത് വരികയാണ്. അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കേരളത്തിൽ ശക്തമായ രൂപത്തിൽ BJP പിണറായി വിജയനെതിരെ നീങ്ങുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പ്രതീതി ജനിപ്പിച്ചപ്പോൾ അതിൽ കൃത്യമായൊരു നടപടി വന്നു, SFIO അന്വേഷണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. എന്നാൽ ഇതിനെ എല്ലാം മറികടക്കാനാണ് പിണറായി വിജയൻ നേരത്തെ കേരള ഗവർണറെ അടക്കം കൂട്ടിക്കൊണ്ട് ഡൽഹിയിൽ വെച്ച് നിർമ്മലാ സീതാരാമനെ കണ്ടത്. എന്നാൽ നിർമ്മലാ സീതാരാമനെ കണ്ട ശേഷമാണ് SFIO പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഉടനടി എല്ലാ രേഖകളും കളക്ട് ചെയ്ത് പിണറായി വിജയനെയും മകളെയും തൂക്കിയെടുക്കാനുള്ള പദ്ധതികളുമായി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. നമുക്കറിയാം, ലാവ്ലിൻ കേസ് 9 വർഷമായി സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. 2017 സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. 2025 കഴിയാറായി. 2025 കഴിയാറായിട്ടും ലാവ്ലിൻ കേസ് സുപ്രീം കോടതി തൊട്ടിട്ടില്ല എന്നുള്ളത് 2017 വന്നിട്ടുള്ളത്. അപ്പോൾ ആ സുപ്രീം കോടതിയിൽ ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അമിത്ഷായുടെ വലം കൈയാണ്. അദ്ദേഹമാണ് ഇതിന് എല്ലാ സഹായം ചെയ്തെടുക്കുന്നത്. കോടതിയിൽ കേസ് വരുമ്പോൾ അവർ പ്രത്യേകം പറയും, ഞങ്ങൾക്ക് ഇവിടെ സമയമില്ല, ഞങ്ങൾക്ക് പഞ്ചാബിലെ ജലന്ധറിൽ ഒരു താഴെ കോടതിയിൽ പോയി വാദിക്കാനുണ്ട്, അല്ലെങ്കിൽ ആസാമിലെ ഒരു ചെറിയ കോടതിയിൽ വാദിക്കാനുണ്ട്, അതുകൊണ്ട് കേസ് മാറ്റിവെക്കണം എന്നുള്ള നിയമപ്രകാരം തന്നെ 45 തവണ മാറ്റിവെച്ചു കഴിഞ്ഞു. 22, 23, 25 തവണ രജിസ്റ്റർ വഴി മാറ്റി കഴിഞ്ഞപ്പോൾ 72 തവണ ശരിക്കും മാറ്റിയിട്ടുണ്ട്. ലാവ്ലിൻ കേസ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? പിണറായി വിജയൻ്റെ ഈ പണം തന്നെയാണ്. പിണറായി വിജയനെ നമ്മൾ ചിന്തിക്കുന്ന മാതിരിയൊന്നുമല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി വിദേശത്തുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്രത്തോളമൊന്നും ഇല്ലെങ്കിലും 10-25 കോടി രൂപയുടെ രേഖകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് പോലീസ് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ വഴികളിലൂടെയാണ് പിണറായി വിജയന് പണം വരുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഓഹരി ഈ നേതാക്കന്മാർ കൊടുക്കുന്നു. അത് യൂസഫ് അലിയുടെ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് പിണറായി വിജയനെ ഇപ്പോൾ അകത്താക്കും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വെട്ടിമാറ്റിയതിന് പിന്നിൽ പിണറായി വിജയനുമുണ്ട് എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പിണറായി വിജയനെ ആണ് ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത ചില തെളിവുകളും ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. കേന്ദ്രത്തിൽ പിണറായി വിജയൻ്റെ അത്ര സ്വാധീനം കേന്ദ്ര ഗവൺമെൻറ്റിലും BJPയിലും സാധാരണ ഇവിടുത്തെ നേതാക്കന്മാർക്കില്ല എന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇതെല്ലാം പൊളിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് പിണറായി വിജയൻ 3 ഗവർണർമാർക്ക് സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചത്. കേരള ഗവർണറും അതേപോലെ ഗോവ ഗവർണറും അതേപോലെ ആനന്ദ് ബോസ് എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥനായ പശ്ചിമ ബംഗാൾ ഗവർണർ, ഈ 3 ഗവർണർമാരെയും വിളിച്ചുകൂട്ടി അവർക്ക് സദ്യ ഒരുക്കി അവരെ കയ്യിലെടുത്ത് മകൾക്കെതിരെയുള്ള കേസുകളും തനിക്കെതിരെയുള്ള കേസുകളും അട്ടിമറിക്കാനുള്ള പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി പോലെ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുക
ഇടപെടുകയും ശോഭാ സുരേന്ദ്രൻ വാണിംഗ് നൽകുകയും ശോഭാ സുരേന്ദ്രനെ വാണിംഗിന് മുന്നിൽ ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ പിണറായി ഏതാണ് വേണ്ടത് പാർട്ടി തീരുമാനിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ കൃത്യമായി രാജീവ് ചന്ദ്രശേഖറിന് മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ മുന്നറിയിപ്പിന് മുന്നിൽ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർമാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. പിണറായി വിജയൻ ഒരുക്കുന്ന സദ്യയിലുണ്ട് സമ്മാനങ്ങളിൽ വീണ് എല്ലാവരും പിണറായി വിജയൻ്റെ ഇത്തരം കേസുകൾ അട്ടിമറിക്കാനുള്ള ഏജന്റുമാരായി പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഗവർണർമാരുടെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. എന്നാൽ ഗവർണർമാരുടെ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശ്രീധരൻപിള്ളയെയാണ് പിണറായി വിജയൻ ഉന്നമിട്ടിരുന്നത്. കാരണം ശ്രീധരൻപിള്ള നേരത്തെ പിണറായി വിജയൻ്റെ ഒരു പുസ്തകം പ്രകാശനം നടത്തിയിരുന്നു. അങ്ങനെ ശ്രീധരൻപിള്ള വഴി ഗോവാക്കാരനായ കേരള ഗവർണറെയും അതേപോലെ നമ്മളെ ആനന്ദ ബോസിനെയും ഒക്കെ സ്വാധീനിച്ച് 3 പേരെയും ഇരുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയും അവർക്ക് കേരളത്തിൽ എന്ത് കാണിക്കുന്നതിനും പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുടുംബസമേതമുള്ള മീറ്റിങ്ങിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി കൃത്യമായി പറഞ്ഞാൽ നക്കാൻ കൊടുക്കുക, എന്നിട്ട് നക്കിപ്പിക്കുക എന്നുള്ള തന്ത്രം പിണറായി വിജയൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിൽ വീഴുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ രൂപത്തിൽ ഇടപെടുകയും ശോഭാ സുരേന്ദ്രൻ്റെ വാണിങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി തന്നെ ഇടപെടുകയും ഉടനടി ഇവരെല്ലാവരും ജീവനും കൊണ്ട് ഓടി എന്നുള്ളതാണ് സത്യം. കാരണം പാർട്ടിയെ വിറ്റ് പൈസയാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഗവർണർമാരായാലും ശരി അല്ലാത്തവരായാലും ശരി ഇത്രയും കാലം പാർട്ടിയെ നശിപ്പിച്ചവരാണ് എന്നുള്ള ബോധം സാധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരെല്ലാം കോടിക്കണക്കിന് രൂപ പണം പിരിക്കുന്ന ആളുകളാണ്. അവരുടെ സമ്പാദ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്നതാണ് എന്നുള്ള വിവരങ്ങൾ BJP വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വി മുരളീധരനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് വിദേശത്തുള്ളത്, കെ സുരേന്ദ്രൻ കോടിക്കണക്കിന് രൂപയാണ് ഉള്ളത്. അതേപോലെ പലതരത്തിൽ തട്ടിപ്പുകളിലൂടെ വളർന്നിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത്. കൊടകര പണ വിവാദമായാലും അതേപോലെ മെഡിക്കൽ കോളേജ് വിവാദമായാലും അതേപോലെ നമ്മുടെ വാഹന തട്ടിപ്പിലൂടെയാണെങ്കിലും പല നേതാക്കന്മാരും കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഇവർ പിരിക്കാൻ കാരണം പിണറായി വിജയനെ ഇത്തരത്തിൽ സുഖിപ്പിച്ച് പിണറായി വിജയനോട് ഭരിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്ന വഴിയാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർ ജീവൻ കൊടുത്ത് ഇടികൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ നേതാക്കന്മാർ പിണറായി വിജയനുമായി ധാരണയിലെത്തി കോടികൾ സമ്പാദിച്ച് സുഖലോലുപരായി കഴിഞ്ഞുകൂടുകയാണ്. ഈ അടുത്ത കാലത്ത് ആലപ്പുഴയുള്ള ഒരു നേതാവ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. പല BJP നേതാക്കന്മാർക്ക് പെണ്ണും കൂട്ടിക്കൊടുക്കണം, പണവും ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കന്മാരുടെ സ്ഥിരം തൊഴിൽ, കൃഷി എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള പ്രത്യേക വീഡിയോ ഞാൻ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായുള്ള സംഭവത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. 3 ഗവർണർമാർ കേരളത്തെ പിണറായി വിജയൻ ചൊഴിക്കുന്ന സദ്യയിൽ നിന്ന് എന്തായാലും ഓടിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ ഇടിത്തി പോലെയുള്ള പ്രയോഗം കൊണ്ട് തന്നെയാണ് എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഉണർന്ന് പ്രവർത്തിക്കാൻ കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള നീക്കം തന്നെയാണ് എന്ന് കാര്യം സംശയമില്ല. കാരണം പാർട്ടിയെ വിറ്റ് പൈസയാക്കുന്ന ഈ അധമന്മാരായ നേതാക്കന്മാരെ ഓട്ടിച്ച് അടിക്കണമെന്നുള്ളതാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നത്. കാരണം അവർ ചോര നീരാക്കി ഇടികൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ നേതാക്കന്മാർ സുഖലോലുപരമായി അഴിഞ്ഞാടുകയാണ്. കേരളത്തിൽ പാർട്ടി വളർന്നാലും വേണ്ടില്ല, വളർന്നില്ലെങ്കിലും വേണ്ടില്ല. ഏതെങ്കിലും ഇലക്ഷൻ വന്നാൽ ഫണ്ട് പിരിക്കലാണ് ഇവർക്ക് പണി. അങ്ങനെ പിരിച്ച് ഇലക്ഷന് ജയിക്കുകയല്ല, ഫണ്ട് പോക്കറ്റിൽ വീർപ്പിക്കുകയാണ് ഇവരെ പ്രധാന ഉദ്ദേശം. അങ്ങനെയുള്ള കേരളത്തിൽ പാർട്ടി വളരാത്തതിന് കാരണം പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി പാർട്ടിയെ കെട്ടിയിട്ടത് കൊണ്ടാണെന്ന് എന്നുള്ളതാണ് കൃത്യമായി ഇന്നിപ്പോൾ സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാം. പിണറായി വിജയൻ BJP നേതാക്കന്മാർ അവിഹിത രഹസ്യ കൂട്ടുകെട്ട് എന്ന് ഈ സാധാരണക്കാർ BJP പ്രവർത്തകർ തന്നെ പരസ്യമായി പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് BJPയിലെ സാധാരണ പ്രവർത്തകർ UDFന് അനുകൂലമായി എല്ലാ ഇലക്ഷനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് ഓട്ടിച്ചാൽ മാത്രമേ ഇനി പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് ഈ പാർട്ടി പ്രവർത്തകർ പറയുന്നത്. നന്ദി, നമസ്കാരം.